ഇത് GCSE എക്സാം പ്രിപ്പയർ ചെയ്യുന്ന അതിനുള്ളൊരു ക്ലാസ്സാണ്. പ്രോമട്രിക് DHAക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് GERD, ഗ്യാസോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്നുമില്ല തികട്ടി വരുന്നതിനെയാണ് GERD എന്ന് പറയുന്നത്, റിഫ്ലക്സ് ഡിസീസ്. ഇതിൻ്റെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നതാണ് സ്റ്റൊമക്ക്, ഇത് ആസിഡ്, അതുപോലെ തന്നെ ഇത് ഈസോഫാജിയൽ സ്പിഞ്ചറാണ്, ലോവർ സ്പിഞ്ചറാണ്, പിന്നെ ഇത് ഈസോഫാഗസ്. അപ്പം ഈ സ്പിഞ്ചറിന് എന്തെങ്കിലും അതായത് സ്പിഞ്ചർ റിലാക്സിങ് ടൈമിൽ എന്തെങ്കിലും റോങ് ടൈം ആണെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്ലോസിങ്ങിന് എന്തെങ്കിലും ഈ സ്പിഞ്ചറിന് ബുദ്ധിമുട്ട് വരുമോ, അത് ശരിക്കും അടയാതെ ഇങ്ങനെ ക്ലോസ് ചെയ്യാതെ വരുമോ ഒക്കെ ചെയ്യുമ്പം ഈ ആസിഡ് ഈ സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ GERD വരുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ പ്രഗ്നൻസി, പിന്നെ ഹൈറ്റൽ ഹെർണിയ, ഒബീസിറ്റി, ആൽക്കഹോൾ, അതുപോലെ തന്നെ ഒരുപാട് ലാർജ് വോളിയത്തിൽ അതായത് വലിയ എമൗണ്ടിൽ കഴിക്കുന്നത് കൊണ്ടും ഇങ്ങനെ GERD വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സിംറ്റം, അതായത് ഹാർട്ട് ബേൺ. ഇതൊരു കോമൺ, ഇത് ക്വസ്റ്റ്യനകത്ത് സാധാരണ ചോദിച്ച് കാണുന്നതാണ്. പൈറോസിസ് ഇതിൻ്റെ വേറൊരു പേരാണ്. മെഡിക്കലി നമ്മൾ പറയുന്ന ഹാർട്ട് ബേൺ വരും. ആസിഡ് റീഗർജിറ്റേഷൻ, തെകിട്ടി ഇങ്ങനെ ആസിഡ് എപ്പോഴും കയറി വരും. അതാണ് ഇതിനകത്ത് ചോദിക്കാനുള്ള ചാൻസ്. പിന്നെ അതർ സൈൻസ് ആൻഡ് സിംറ്റംസിനകത്ത് ക്രോണിക് കഫ്, ഡിസ്ഫേജിയ, സോളോയിങ് ഡിഫിക്കൽറ്റിയ, വിഴുങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും, അതാണ് ഡിസ്ഫേജിയ. പിന്നെ ബ്ലോട്ടിങ്, നമുക്ക് വയറ്റിനകത്തൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ഫീല്, അത് ഗ്യാസ് പ്രോബ്ലം പോലെ, അതാണ് ബ്ലോട്ടിങ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനകത്തൊന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. ആഫ്റ്റർ മീൽ നമ്മൾ എന്ത് ചെയ്യണം, 2 hours എങ്കിലും ആ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഉള്ളവരെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും അവരെ സിറ്റിംഗ് പൊസിഷനിലായിരിക്കണം. അവർക്ക് കിടക്കാൻ പറ്റിയല്ല, അവോയ്ഡ് ലൈയിങ് ആണ്, അതെപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ബെഡ് റിഡൻ പേഷ്യൻറ്റിനാണെങ്കിൽ ഒരു 45 ഡിഗ്രി എങ്കിലും ഹെഡ് ആൻഡ് എലിവേറ്റ് ആയിരിക്കണം, മിനിമം ഒരു 1 hour. ഇതും ചോദിക്കുന്നതാണ്. ഇൻഫൻ്റ് ആണെങ്കിൽ അപ്രൈറ്റ് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനിലായിരിക്കും ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് നമ്മൾ സിറ്റിംഗ് പൊസിഷനിൽ വെക്കണം. പിന്നെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. ഒന്നിച്ച് കൊടുക്കാൻ പറ്റിയല്ല, കുറച്ച് എമൗണ്ട് ആയിട്ട് പല തവണയായിട്ട് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഡൈജഷനൽ പ്രോബ്ലം ഉള്ളതാണ് ഇവർക്ക്, അതുകൊണ്ട് ലോ ഫാറ്റും ഹൈ ഫൈബർ ഡയറ്റും ഇവർക്ക് കൊടുക്കണം. പിന്നെ ഇവർക്ക് വാട്ടർ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വെള്ളം ഇവർക്ക് എപ്പോഴാണ് കൊടുക്കുന്നത്, ബിറ്റ്വീൻ 2 mealsലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കഴിഞ്ഞിട്ട് അടുത്ത കഴിക്കുന്നതിന് മുന്നേ ഇടയ്ക്ക് ഒരു സമയം കിട്ടും, ആ ഒരു സമയത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് ഇത് വെള്ളം കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നത് ഒമീപ്രസോൾ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഒമീപ്രസോൾ, അതാണ് ഇതിന് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഒമീപ്രസോൾ. ഈ ഒമീപ്രസോൾ 1 year ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോകാൽസീമിയ വരും, കാൽഷ്യം അബ്സോർഷനെ പ്രോബ്ലം ആവും. അങ്ങനെ ഹൈപ്പോകാൽസീമിയ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൈപ്പോകാൽസീമിയയ്ക്ക് കാരണമാവും ഒമീപ്രസോൾ 1 year ലോങ് ടേം ആയിട്ട് എടുത്തുകൊണ്ട് ഇരുന്നാൽ. പിന്നെ ഇത് വേറെ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണെങ്കിൽ ഇവർക്ക് ലോങ് ടേം ആയിട്ട് ഈ പ്രോബ്ലം ഡീൽ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ഈ ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. അതായത് സർജിക്കലി നമ്മൾ ഒരു ട്യൂബ് ഇടും, പെക് ഫീഡ് എന്ന് പറയും. ഗ്യാസ്ട്രോട്ടോമി ചെയ്തിട്ട് ഒരു ട്യൂബ് വയറ്റിലേക്ക് ഇടുന്ന, അതിലൂടെയാണ് നമ്മൾ പിന്നെ ഒരു ഫീഡിങ് ഒക്കെ നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നത്, ഈ ഒമീപ്രസോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് 30 minutes ബിഫോർ ഫുഡ്, അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ആ ക്വസ്റ്റ്യൻ, അതും വരാറുണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ അപ്പർ എൻഡോസ്കോപ്പി, PH മോണിറ്ററിങ് ആൻഡ് ബേരിയം സോളോ. ഇതിങ്ങനെ പേര് ഓർത്തിരുന്ന് വെച്ചാൽ മതി, കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കാറൊന്നുമില്ല. അപ്പർ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഒരു ട്യൂബ് വഴി ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അപ്പർ പാർട്ടെല്ലാം നോക്കുന്നതാണ്. പിന്നെ PH മോണിറ്ററിങ്ങിനകത്ത് ഒരു വയർലെസ് ക്യാപ്സ്യൂളാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എത്രമാത്രം ഈ ഈസോഫാഗസിൻ്റെ അവിടെ നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് അളക്കാൻ പറ്റും. അത് അതിൻ്റെ ആസിഡിന് എത്രമാത്രം അതിൻ്റെ അളവുണ്ടെന്ന് കണ്ടുപിടിക്കും ഈ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച്. അതാണ് PH മോണിറ്ററിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ബേരിയം സോളോ എന്ന് പറഞ്ഞാൽ ഒരു ബേരിയം സൊല്യൂഷൻ ആ പേഷ്യനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എക്സ്റേ എടുത്ത് നോക്കും, അതാണ് ഈ ബേരിയം സോളോ ടെസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഈ GERD ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കോസസ് ഇതിങ്ങനെ ചോദിക്കാമല്ലോ, എന്നാലും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി സ്പിഞ്ചറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാറുണ്ട്. പിന്നെ പറയുന്നത് പ്രഗ്നൻസി, ഹൈറ്റൽ ഹെർണിയ, ഒബീസിറ്റി, ആൽക്കഹോൾ, ഈറ്റിംഗ്, ലാർജ് മീൽസ്, അതൊക്കെ പറഞ്ഞാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ GERD കോമൺ ആയിട്ട് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ദിവസം ഞാൻ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്